ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു നോർമൽ രീതിയിലുള്ള ജീവിതത്തിലേക്കൊക്കെ മാറി തുടങ്ങിയ സമയമാണ് അല്ലേ. അപ്പോൾ ജോലിക്ക് പോകേണ്ടവർക്ക് ജോലിക്ക് പോകണം, അല്ലാത്തവരൊക്കെ ഇപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന ഒരു റൂട്ടീൻ ഉണ്ടല്ലോ, അതനുസരിച്ച് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി. അപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഷോർട്സിൽ, അപ്പം നമ്മളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഇനി വീണ്ടും ചിന്തിക്കേണ്ട സമയങ്ങളൊക്കെ ആയി. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോണത് ചീരപ്പം. ചീര എന്ന് പറഞ്ഞാൽ ഏത് പ്രായക്കാർക്കും ഏറ്റവും ഗുണം ചെയ്യുന്ന ഒന്നാണ് ചീര. ഇലക്കറികൾ ധാരാളം കഴിക്കാനല്ലേ ഇപ്പോൾ പറയണത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുക്കേണ്ടത് കടലപ്പൊടിയാണ്. 1 കപ്പ് കടലപ്പൊടി എടുക്കുക. 1 കപ്പ് കടലപ്പൊടി എടുത്ത് അതിനകത്ത് കുറച്ച് ചീര അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് സാധനങ്ങൾ വേറെ ചേർക്കാനുണ്ട്, ഒരു രുചി കൂട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും പകരമാണ് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അതിൻ്റേതായ രീതിക്ക് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ കുറച്ച് കടലപ്പൊടി, അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുറച്ച് സവാള കുനുകുനാന്ന് അരിഞ്ഞതായിരിക്കണം കേട്ടോ. അപ്പോൾ വലുതാക്കി അരിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ നമുക്കിങ്ങനെ ദോശയ്ക്ക് പരത്തുമ്പോൾ അത് ശരിയായി കിട്ടില്ല. കുറച്ച് ഇഞ്ചി, കുറച്ച് നാളികേരം, ഇത്രയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരു തിക്നെസ്, നമ്മളിപ്പോൾ കോഴിമുട്ടയൊക്കെ അടിച്ചെടുക്കുന്ന ഒരു പാകമുണ്ടല്ലോ, അതേപോലെ നന്നായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ മുട്ടയോ ഒന്നും ചേർക്കുന്നില്ല, ഇത് തന്നെ ചേർക്കണുള്ളൂ. നല്ല രുചിയാണിത് കഴിക്കാനായിട്ട്. ഇത് നമ്മൾ ചട്നിയുടെ കൂടെയോ അതല്ലെങ്കിൽ നമ്മൾ തൈര് ഇത്തിരി സവോളയും തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് ഒരു റീത്ത പോലെ ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്കത് കൂട്ടി കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ്, പുളിപ്പിക്കാനൊന്നും വെക്കണ്ട, തലേദിവസം കലക്കി വെക്കേണ്ട, നമുക്ക് അതേ സമയം ഉണ്ടാക്കി നമുക്ക് കഴിക്കാം. അപ്പോൾ ഓഫീസിൽ പോകുന്ന സമയമാണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ കലക്കി വേഗം തന്നെ ഇതൊക്കെ ഇട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചീര ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത ചീര കണ്ട, ഏത് ചീരയായാലും കുഴപ്പമില്ല, അത് അരിഞ്ഞിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കാം. എല്ലായിടവും ഇത് എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പലരും നമ്മൾ ഓട്സ്, അതേപോലെ റാഗി, ഗോതമ്പ് ഇതൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കാറ്. ഇതൊരു ചെറിയ വ്യത്യാസം, അത്ര തന്നെ ഉള്ളൂ. അപ്പം നമ്മൾ ഇങ്ങനെ കുറച്ച് പാനിൽ ഇത്തിരി എണ്ണയൊക്കെ തടവി നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ച കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പകുതി ഒഴിച്ചു കൊടുക്കുക, 2 എണ്ണത്തിനുണ്ട്. അപ്പോൾ പകുതി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അതൊന്ന് പരത്തി എല്ലാ ഭാഗത്തേക്കും ചീര ഇങ്ങനെ എത്തിച്ചിങ്ങനെ പരത്തി കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതേപോലെ. അപ്പോൾ ആവശ്യത്തിന് എരിവ് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ച് കുരുമുളക് കൂടിയും ഇതിൻ്റെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ പ്രത്യേക ഒരു രുചിയായിരിക്കും. ഇനി അതൊന്ന് മൂടി വയ്ക്കാം. കുറച്ച് നേരം മൂടി വയ്ക്കണ്ടു, കുറേ നേരം ഒന്നും മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല, ഒരല്പം നേരം. നമ്മൾ ചീരയൊക്കെ ഉണ്ടാവുന്ന സമയമാണ് കേട്ടോ ഇപ്പോൾ. മഴ പെയ്ത് കഴിഞ്ഞു, ഇപ്പം ചീരയൊക്കെ ഇങ്ങനെ പൊന്തി പറമ്പിലൊക്കെ. ചെറിയ ചീരയില്ലേ, നാടൻ ചീര, അതൊക്കെ നല്ല സ്വാദാണ് കേട്ടോ ഇതെങ്ങനെ ചെയ്യാനായിട്ട്. അത് സൂക്ഷിച്ചെടുക്കുക, നിൽക്കുന്ന സ്ഥലമൊക്കെ വൃത്തിയുള്ള സ്ഥലത്തുനിന്ന് അരിഞ്ഞെടുക്കുക, അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിങ്ങനെ വളർത്തണമെങ്കിൽ ഇപ്പോൾ ചാക്കിലൊക്കെ ഞാനിന്നാൾ കാണിച്ചു തന്നില്ല, അങ്ങനെ ചാക്കിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാനും സാധിക്കും. ഇതൊക്കെ വേറൊരു ഇപ്പോൾ മറ്റുള്ള ജന്തുക്കളോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വൃത്തിയില്ലാതെ ആക്കും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് മുരിങ്ങയുടെ ഇല ഇട്ടിട്ടും നമുക്കിത് തയ്യാറാക്കാം കേട്ടോ. ചീരയുടെ ഇലയാകുമ്പോൾ നമുക്കൊരു തീരെ ഒരു സ്മെല്ലാവും, ഒന്നും നമുക്ക് തോന്നില്ല. നന്നായിട്ട് കഴിക്കാനായിട്ട് നല്ല സ്വാദാണ് കേട്ടോ. നല്ല ചട്നി ഉണ്ടാക്കിയാലും നമുക്ക് അതിൽ മുക്കി കഴിക്കാം. അതല്ല, ഇതൊന്നുമില്ലെങ്കിലും നമുക്കിത് ചുരുട്ടി കഴിക്കാം, നല്ല ടേസ്റ്റാണ്. ചായയോ പാലോ എന്താണ് നിങ്ങൾക്ക് കഴിക്കുന്നത് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇത് കഴിക്കാം. അപ്പോൾ അതൊന്നിങ്ങനെ പരത്തിയിട്ടിട്ട് നമ്മൾ മൂടി വെച്ച് വീണ്ടും ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കണം കേട്ടോ.
അടുക്കി പിടിക്കുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. കടലപ്പൊടി വീട്ടിൽ വേണമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ ഇപ്പം ചീര നമ്മൾ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ അല്ലെങ്കിൽ വാങ്ങിയിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഇത്രയേ ഉള്ളൂ. വേഗം തയ്യാറാക്കി എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒരു തൈരൊക്കെ കൂട്ടി ഞാനൊരു റൈത്ത കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മുക്കി കഴിക്കാൻ നല്ല സ്വാദാട്ടാ. അപ്പോൾ ഇത് നല്ല ഒരു അറ്റത്തുനിന്ന് നമുക്കൊരു കഷ്ണം എടുത്തിട്ട് ഇതിൽ മുക്കിയിട്ട് കഴിച്ച് നോക്കട്ടാ. നിങ്ങൾ എന്തായാലും ഇത് കഴിച്ച് നോക്കണം. കഴിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ കടലപ്പൊടിയാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കരുത്. ഇത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. കണ്ടോ, നല്ല സ്വാദുള്ളതാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിയോ റാഗിയോ ഒക്കെ കഴിക്കുമ്പോൾ ഒരു ദിവസം ഒന്ന് മാറ്റി ഇതുപോലെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയാൽ നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തയ്യാറാക്കാൻ ശ്രമിക്കും. അപ്പോൾ ചീര കൊണ്ട് നമ്മൾ തോരനൊക്കെ അല്ലേ ഉണ്ടാക്കുക. ഇതൊരു മാറ്റമല്ലേ. നമ്മൾ ചീര തോരൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെക്കുമ്പോൾ ഇതേപോലെ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് കഴിക്കാനൊക്കെ സാധിക്കും. അപ്പം ഞാനിത് അന്ന് വെണ്ട വെട്ടിയില്ലേ ഉയരത്തിലായത്, അതിൻ്റെ ഇടയിൽ കൂടെ കണ്ട വെണ്ട അടിയിൽ മുളച്ചതിലൊക്കെ വെണ്ടയ്ക്ക കാഴ്ച കിടക്കുക കേട്ടോ. ഞാൻ കുറച്ച് പൊട്ടിച്ച് നീ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് വന്ന് വെറുതെ ഇതുപോലൊക്കെ വല്ലതും ഉണ്ടോയെന്ന് നോക്കാൻ വന്നതാട്ടാ. അപ്പോൾ അടിയിൽ നിൽക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ ഞാനതൊക്കെ പൊട്ടിച്ചു. ഇന്ന് രാവിലെ അതായിരുന്നു എൻ്റെ പരിപാടി. ഇത് പൊട്ടിച്ചു പെരയിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അപ്പം സാമ്പാറുണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ വെണ്ടയ്ക്ക തോരനുണ്ടാക്കും. ഇനി ഇപ്രാവശ്യം വെണ്ടയ്ക്ക കുറേ പാവിയിട്ടുണ്ട്. അത് ഇനി മുളച്ച് വന്നാൽ ഞാൻ കൊണ്ടോട്ടം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ചധികം. അപ്പം നമുക്ക് നമ്മൾ തൈരൊക്കെ എടുത്തിട്ട് പച്ചടി പോലെ ആക്കിയിട്ട് അതിൽ നമുക്ക് ഇത് വറുത്തിട്ടാൽ നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഒരു റെസിപ്പി ആട്ടാ.